if we shadow this one properly. Okay, let me give you a demo of shadowing. So it sounds like, why are there laws? What are laws for? Anyone? Social order. ഇത് ഇനഫ് ടൈം റിപ്പീറ്റ് ചെയ്താൽ ഇയാളുടെ സെയിം ആക്സെന്റ് എനിക്ക് കിട്ടും. അത് ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് ആ ലാംഗ്വേജ് എനിക്ക് കിട്ടുന്നത്. മൂന്നാമത്തെ ബെനിഫിറ്റ്, ഓക്കെ, വാട്ട് എവർ യു ആർ ഗോയിങ് ടു ലേൺ ഇൻ ദിസ് വീഡിയോ ഈസ് സംതിങ് that you wouldn't have otherwise learned with 1000 hours of classroom lectures. നിങ്ങൾക്ക് വേണ്ടത് ഇംഗ്ലീഷ് ഫ്ലുവൻസി ആണല്ലോ. ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ നല്ലൊരു ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഹാബിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഹാബിറ്റിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ ആ സെൻറ്റൻസ്, വാട്ട് എവർ യു ആർ ഗോയിങ് ടു ലേൺ ഇൻ ദിസ് വീഡിയോ ഈസ് സംതിങ് that you wouldn't have otherwise learned with 1000 hours of classroom lectures. ഈ ഒരു ഫ്രേസ് ഇതൊരു കോംപ്ലക്സ് ഫ്രേസാണ്, ലെങ്തിയാണ്. ചെറിയൊരു ഹൗ ആർ യു അല്ലെങ്കിൽ ഹൗ ഡു യു ഡു അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടീ, ഐ വുഡ് ലൈക്ക് കോഫി, അങ്ങനത്തെ ചെറിയ ചെറിയ സെൻറ്റൻസ് ഒന്നുമല്ല. ഇതൊരു കോംപ്ലക്സ് ആണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് യൂസേജസ് ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു യൂസേജ് നമ്മൾ ട്രഡീഷണൽ വേയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പകരം ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രാക്ടീസ് ചെയ്യാനും അത് ഇമ്പ്രൂവ് ചെയ്യാനും ഞാൻ ഉപയോഗിച്ച ടെക്നിക്ക്, ഈ ഒരു ടെക്നിക്ക്, ഞാൻ ടെക്നിക്ക് പറയാൻ പോകുന്നത്, ആ ടെക്നിക്ക് ഉപയോഗിച്ചാൽ എന്തായാലും ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മളെ ലാംഗ്വേജിലുണ്ടാവും. അപ്പോൾ യു മൈറ്റ് ബി ആസ്കിങ് വാട്ട് ഈസ് ദാറ്റ് ടെക്നിക്. ദി ടെക്നിക് നെയിം ഈസ് നത്തിങ് ബട്ട് ഷാഡോ ജിം. അപ്പോൾ നിങ്ങൾ ചിലപ്പം ചോദിക്കും, എന്താണ് ഷാഡോ ജിം? ഷാഡോ ജിം ഈസ് നത്തിങ് ബട്ട് ജസ്റ്റ് ഇമിറ്റേറ്റിംഗ് എ ഫേവറേറ്റ് സ്പീക്കർ ഓഫ് യു. അതായത് നിങ്ങളുടെ ഫേവറേറ്റ് സ്പീക്കർ ഉണ്ടാവുമല്ലോ യൂട്യൂബിലുള്ള, ആ ഫേവറേറ്റ് സ്പീക്കർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്സെൻറ്റ് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരാളുടെ ആക്സെൻ്റ് ആണോ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരാളുടെ സ്പീച്ചാണോ ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആയിട്ട് തോന്നുന്നത്, ആ ഒരു സ്പീച്ച് എടുത്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് എടുത്തിട്ട് അതിനെ അതേപോലെ മിമിക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്ക്.